ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എൻ്റെ പല്ലുവേദനയാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരാഴ്ചയായിട്ട് പല്ലുവേദന തുടങ്ങി. നല്ല വേദന ഉണ്ടായിരുന്നു, നീരും വന്നു. അങ്ങനെ പിന്നെ ഡോക്ടറെ കാണേണ്ടി വന്നു. ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു സ്വെല്ലിങ് എൻ്റെ മുഖത്തുണ്ട് കേട്ടോ. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇടണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് ചെയ്യേണ്ടി വരും. പല്ല് വേദന സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? എന്തായാലും എനിക്ക് വന്നപ്പോൾ മനസ്സിലായി കേട്ടോ എന്തുമാത്രം വേദനയുണ്ടെന്ന്. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്, നമ്മളെല്ലാവരും വീട്ടിൽ ബെഡ്ഷീറ്റുകളും പില്ലോ കവേഴ്സും ഡുവേഴ്സും പിന്നെ ദോഹറും എല്ലാം നമ്മൾ സൂക്ഷിക്കാറുണ്ട് അല്ലേ. പക്ഷേ ചില സമയങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ പറയാറുണ്ട്, പില്ലോ കവർ കാണാനില്ല, അല്ലെങ്കിൽ ഷീറ്റ് കാണാനില്ല, എവിടെയെങ്കിലുമൊക്കെ മടക്കി വെച്ചേക്കും. നെക്സ്റ്റ് ടൈം നമ്മൾ ഷീറ്റോ പില്ലോ കവറോ മാറ്റേണ്ടി വരുന്ന സമയത്ത് അതിനു വേണ്ടി കിടന്ന് ഓടേണ്ടി വരുമെന്ന്. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ മാറ്റാറുണ്ട് കേട്ടോ. പില്ലോ കവറും ബെഡ്ഷീറ്റും ആഴ്ചയിൽ ഒരു ദിവസം തീർച്ചയായിട്ടും മാറ്റിയിരിക്കുക. അതുപോലെ തന്നെ ഡുവയും മാറ്റും. കാര്യം നമ്മൾ കൂടുതൽ സമയം അല്ലേ, ഒരു ദിവസത്തിൻ്റെ പാതി സമയത്തോളം നമ്മൾ ബെഡ് യൂസ് ചെയ്യാറുണ്ട്. എല്ലാവരെയും കാര്യമല്ല, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാര്യം ഞങ്ങൾ 9:30-10 മണിക്കകം കിടക്കാൻ തയ്യാറാവും. അപ്പോൾ അത് കഴിയുമ്പോൾ രാവിലെ ഒരു 7 മണി 6:30 മണി വരെ ആ ബെഡിലാണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ വിയർപ്പും നമ്മുടെ ഡെഡ് സ്കിൻസുകളും എല്ലാം നമ്മുടെ ബെഡിൽ തന്നെയാണ് വീഴുന്നത്, അതല്ലയോ. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിലൊരിക്കൽ ഇതൊക്കെ മാറാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്, ടവൽസ് ഇതൊക്കെ കഴുകുമ്പോൾ ഞാൻ കുറച്ച് ഡെറ്റോളും കൂടെ ആഡ് ചെയ്താണ് കഴുകുന്നത്, ഡിറ്റർജൻറ്റിനോടൊപ്പം. എന്നിട്ട് നല്ല വെയിലത്തിട്ട് ഉണക്കും. മഴക്കാലമാണെങ്കിൽ ഡ്രയർ ഉപയോഗിച്ച് ഡ്രൈ ചെയ്തെടുക്കുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഞാനെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ 1-2 ഷീറ്റ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ 4 മടക്കിയെടുക്കും ഇങ്ങനെ. അതിനുശേഷം ഒന്നുകൂടെ മടക്കും. പിന്നെ ഇത് ഒന്നുകൂടെ മടക്കും. ഈ ഷീറ്റിൻ്റെ പില്ലോ കവേഴ്സാണ്. 2 മടക്കും, പിന്നെ ഒന്നുകൂടെ മടക്കും, പിന്നെ ഒന്നുകൂടെ ഇങ്ങനെ അങ്ങ് മടക്കുമ്പോൾ ഇത്രയാണ് ഉണ്ടാവുക. കൈ വെച്ചൊന്ന് പരത്തി കഴിയുമ്പോൾ ആ ക്രീസ് എല്ലാം പോകും. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇത് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആ ഒരു ഷീറ്റിൻ്റെ മധ്യത്തായിട്ട് വയ്ക്കും ഇതുപോലെ. ഇതിനെ ഒന്നുകൂടി മടക്കും ഇതുപോലെ. അപ്പോൾ ഇതിൻ്റെ ഷീറ്റും ഇതിൻ്റെ പില്ലോ കവറും ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഈസിയാണ്. ഇതുപോലെ എല്ലാം ഒരു സൈഡ് തന്നെ കാണാൻ പറ്റും. ഇതുപോലെ സ്റ്റോർ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ വരുന്നത് നല്ല ചൂടാണല്ലേ. അപ്പോൾ കോട്ടൺ നൈറ്റുള്ള ബെഡ്ഷീറ്റുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം ഇനിയുള്ള ചൂട് നല്ല ചൂടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലത് കോട്ടനാണ്. അപ്പോൾ കോട്ടൺ ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവരും. ഈസിയറാണ് കഴുകാൻ, പാടൊന്നും ഉണ്ടാവില്ല കണ്ടുപിടിക്കാനൊന്നും. ഈസിയറായിട്ട് നമുക്ക് എല്ലാം തന്നെ നമുക്ക് മടക്കി വയ്ക്കാൻ സൂക്ഷിക്കാൻ എളുപ്പമായിരിക്കും.